യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. മനുഷ്യജീവിതത്തിൽ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരുടെ ഒരു വലിയ നിര നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം ഇവിടെ എന്ന് കേൾക്കുന്നിടത്തോട്ടൊക്കെ ഓടിപ്പോകുന്ന അനേകർ നമുക്ക് ചുറ്റിനുമുണ്ട്. ആരാണ് ദൈവം, എവിടെയാണ് ദൈവം എന്നൊക്കെയുള്ള അന്വേഷകരുടെ അന്വേഷണങ്ങൾ അവസാനം എത്തിച്ചേരുന്നത് യേശുവിൽ തന്നെയാണ്. ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചതൊക്കെ യേശുവിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന അറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ സത്യം നമ്മെ ദൈവത്തിലേക്ക് കൂടുതൽ നയിക്കണം. അതിനായി ഇന്നത്തെ ഷെമാ ഇസ്രായേലിലൂടെ സാധിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് വചന സന്ദേശം ശ്രവിക്കാം. നമുക്കായി സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ അനീഷ് മുണ്ടിയാനിക്കൽ അച്ഛനാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചങ്ങനാശ്ശേരി കുർമനാട് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി കുട്ടികളില്ലായിരുന്നു. 2015 മെയ്യിൽ ശനിയാഴ്ച ഇവിടെ വന്ന് എല്ലാ ശനിയാഴ്ചകളിലും ധ്യാനവും കൂടി പ്രാർത്ഥിച്ചു. 2016 മാർച്ചിൽ ഒരാൺകുഞ്ഞിനെ തന്നെ ഈശോ അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി. മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രാധാന്യം അർഹിക്കുന്ന വചനമാണ്. നമ്മുടെ യഥാർത്ഥ ആരാധന എങ്ങനെ ആയിരിക്കണമെന്നും ആരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതെന്നും ആരാധിക്കേണ്ടതെന്നും ഒക്കെ നമ്മൾ തിരുവചനത്തിലൂടെ പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിരിക്കുന്നതാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹാ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 20 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരം കാണുന്നുണ്ട്. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ലോകസൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊഴികഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീരുകയും ചെയ്തു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശാലൊരു സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ മനുഷ്യൻ ഒത്തിരിയേറെ അറിവിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ബുദ്ധിയുടെ കാര്യത്തിലുമൊക്കെ വളർന്ന് ദൈവത്തെ പോലെ ആയിത്തീരുവാനും ദൈവങ്ങളായിത്തീരുവാനുമൊക്കെ ആഗ്രഹിച്ച് നിലനിൽക്കുന്ന കാലഘട്ടമാണ്. നമുക്കെല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ട്, ബോധ്യമുണ്ട് എന്നുള്ള ഒരു വലിയ അഹങ്കാരത്തോടു കൂടിയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. പലരും വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച ശേഷം ഏതെങ്കിലുമൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുമ്പോഴും ആയിരിക്കുമ്പോഴും ഒക്കെ തങ്ങളെക്കാൾ വലിയവരാരുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ യഥാർത്ഥമായ ജ്ഞാനം അത് ദൈവികമാണ്, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. ആ ജ്ഞാനം അന്വേഷിക്കുന്നവൻ ദൈവത്തെ കണ്ടെത്തും,
ദൈവം അവന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലൂടെ നമ്മളിന്ന് കേൾക്കുന്ന കാര്യം ഇതാണ്. ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ ശാസ്ത്രവും ഒത്തിരിയേറെ അറിവുകളുമൊക്കെ വർദ്ധിച്ചുവെങ്കിലും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അതുപോലെ തന്നെ അതിന് പിന്നാലെ നടക്കുന്നവരെയും പ്രോത്സാഹിപ്പിക്കുന്നവരെയും ഒക്കെ ഒത്തിരി കാണാൻ സാധിക്കും. ഏതാണ് സത്യം, ഏതാണ് മിഥ്യ എന്ന് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ നമ്മുടെ മുമ്പിൽ കൂട്ടിക്കുഴഞ്ഞു കിടക്കുന്നത്. പലരും, വിശ്വാസികളിൽ പലരും പോലും അവരുടെ ജീവിത മാതൃകയും ജീവിത വഴികളുമൊക്കെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ പാതയും ദൈവത്തെയും ഒക്കെ ഉപേക്ഷിച്ച് അന്ധവിശ്വാസങ്ങളുടെയും വ്യക്തി ആരാധനകളുടെയും വസ്തു ആരാധനകളുടെയും മൃഗാരാധനയുടെയും ഒക്കെ പിന്നാലെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു വചനം പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ കേൾക്കേണ്ടത്. വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം, ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയാണ് ദൈവം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടിരിക്കുന്നത്? എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി സംസാരിച്ച ദൈവം തന്നെ പൂർണ്ണമായിട്ടും എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? യേശു ക്രിസ്തുവിലൂടെ എല്ലാം പൂർണ്ണമായിട്ടും ഈ ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ ആ ഒരു രക്ഷാകര ദൗത്യത്തെയും സാന്നിധ്യത്തെയും യേശുവിൻ്റെ ആ ഒരു രക്ഷയുടെ സന്ദേശത്തെയും ഒക്കെ മറച്ചു പിടിക്കുന്ന രീതിയിൽ ഒത്തിരിയേറെ പഠനങ്ങൾ ഇന്ന് നമ്മൾ കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും. യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യങ്ങളുമൊന്നും അംഗീകരിക്കാനോ അത് സ്വീകരിക്കാനോ സാധിക്കാത്ത വിധത്തിൽ ഇന്നും അന്ധവിശ്വാസങ്ങളിലും ലോകത്തിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന അനേകരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരു വ്യക്തി തീർച്ചയായിട്ടും ലോകത്തിൻ്റെ ബന്ധനത്തിലാണ്, ലോകത്തിലെ വസ്തുക്കളുടെ ബന്ധനങ്ങളിലായിരിക്കും ആ വ്യക്തി കിടക്കുക. അതുകൊണ്ട് തന്നെയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പെരുകുക. അടുത്ത നാളുകളിൽ നമ്മൾ വാർത്തകളിലൊക്കെ വായിച്ചു കേട്ടതാണ് ഇങ്ങനെ ആഭിചാര പ്രവൃത്തികളും മറ്റ് പ്രവൃത്തികളിലേക്കുമൊക്കെ മനുഷ്യരെ നയിക്കുകയും അതുവഴി അവരെ മൃഗബലിയും അതുപോലെ തന്നെ നരബലിയും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളെപ്പറ്റി നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വചനത്തിൻ്റെ പ്രസക്തി നമ്മൾ അറിയേണ്ടത്. ദൈവത്തെക്കുറിച്ച് അറിയേണ്ടതൊക്കെ അവർക്കറിയാം. പ്രിയപ്പെട്ടവരെ, അത് വചനം എല്ലാവർക്കുമായിട്ട് തുറന്നു വെച്ചിരിക്കുകയാണ്. എല്ലാ ഭാഷകളിലേക്കും മൊഴിമാറ്റം അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം, ദ ബുക്ക് എന്നറിയപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥം. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം തന്നെ ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പലരിലൂടെ ഒത്തിരിയേറെ ആത്മായ സഹോദരങ്ങളും അതുപോലെ തന്നെ ഒത്തിരിയേറെ അഭിഷിക്തരുമൊക്കെ ഇന്നും ബൈബിള് എത്താത്ത ഭാഷകളിലേക്ക് എത്തുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ വചനം എല്ലാവർക്കും അത് പ്രാപ്യമായ രീതിയിൽ ദൈവം ഒരുക്കുന്നുണ്ട്, അത് പലരിലൂടെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ വചനത്തെ സ്വീകരിക്കാതെ ഇതിനെ തിരസ്കരിച്ചുകൊണ്ട് ലോകത്തിൻ്റെയും ലോകവസ്തുക്കളുടെയും ഒക്കെ പിന്നാലെ നടക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന തെറ്റിനെയാണ് കർത്താവ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വചനം തിരിച്ചറിയാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. പല വിശ്വാസികളെ പോലും വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള പഠനങ്ങളും പ്രബോധനങ്ങളും ചില നിർബന്ധിതമായ കാര്യങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും വചനം വെളിപ്പെടുത്തുന്നു, ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഗലാത്യക്കാർക്ക് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 8 മുതലുള്ള വചനങ്ങൾ ഇതാണ് പറയുന്നത്: ലോകത്തിൻ്റെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി ദൃശ്യ വസ്തുക്കളിലൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്ന വസ്തുക്കളിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, ദൈവത്തെ നമുക്ക് ആർക്കും നേരിട്ട് കാണാൻ സാധിക്കില്ല. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്നിലൂടെ അല്ലാതെ ഒരുവനും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. യേശു എന്ന ഏക മാർഗത്തിലൂടെ മാത്രമേ ദൈവത്തെ കാണാനും അനുഭവിക്കാനും സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തി അത് അദൃശ്യ വസ്തുക്കൾ, അത് ദൃശ്യമായി നമ്മൾ കാണുന്ന പ്രകൃതിയുടെ സാമീപ്യത്തിലൂടെ പ്രകൃതിയിലെ സൃഷ്ടവസ്തുക്കളിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ടത് സൃഷ്ടാവിലാണ്. ഇത്രയും ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചവും സർവ്വജീവജാലങ്ങളും അതിൻ്റേതായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ജനനവും മരണവും കൃത്യമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ഭൂമിയിൽ മഴയും മഞ്ഞും ഒക്കെ കൃത്യമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയ ഈ
സൃഷ്ടാവിനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആരാധിക്കുന്നത്, സൃഷ്ടവസ്തുക്കളെയല്ല. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത്, പൗലോസ്ലീഹായുടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്, അദൃശ്യനായ ദൈവത്തെ ദൃശ്യൻ വസ്തുക്കളിലൂടെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. പക്ഷേ പലപ്പോഴും ഇന്നും മനുഷ്യ വ്യക്തികൾ ഈ സൃഷ്ടവസ്തുക്കളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന കാണാൻ സാധിക്കും. ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ പലരും ഈ സൃഷ്ടവസ്തുക്കളിലോട് താല്പര്യം കൂടുതൽ കാണിക്കുന്നവരാണ്. ഈ ദൈവം സൃഷ്ടിച്ച വസ്തുക്കളെ സൃഷ്ടാവിനേക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്നത് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. അതിനേക്കാൾ ഉപരി വലിയ മാരകമായ പാപമാണ്. ഗലാത്യലേഖനം 4-ാമത്തെ അധ്യായത്തിൽ 8 മുതലുള്ള വചനങ്ങളിൽ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയോട് പറയുന്ന കാര്യം ഇതാണ്: ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പ്രപഞ്ച ശക്തികളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ദൈവം വളരെ വ്യക്തമായിട്ട് മനുഷ്യന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ഭൂമികുലുക്കമോ കൊടുങ്കാറ്റോ അതുമല്ലെങ്കിൽ മഴയോ മഞ്ഞോ അല്ലെങ്കിൽ കാറ്റോ കൊടുങ്കാറ്റോ ഒക്കെ ആവട്ടെ, തിരമാലകളോ അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രകൃതി ശക്തികളൊക്കെ ആവട്ടെ, പ്രകൃതി ശക്തികളെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളാണ് നിയന്ത്രിക്കുന്നതെന്നുള്ള ബോധ്യം നമ്മുടെ ഉണ്ടാവണം. പകരം അതിനെയൊക്കെ ആരാധിക്കാനും അതിനെയൊക്കെ ഭയപ്പെടാനും ആരാധിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. അതാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. ആ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്ന പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, മാസങ്ങളും ഋതുക്കളും കാലങ്ങളുമൊക്കെ കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തികളെ പൗലോസ്ലീഹ പുച്ഛിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിശുദ്ധ പൗലോസ്ലീഹ പുച്ഛിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആദിമസഭയിൽ പൗലോസ്ലീഹ ഉൾപ്പെടെ ദൈവത്തെ പ്രഘോഷിച്ച, ദൈവവചനം പ്രഘോഷിച്ച വ്യക്തികൾ നേരിട്ട ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഈ കാലങ്ങളും സമയവും അതുപോലെ തന്നെ കാര്യങ്ങളുമൊക്കെ നോക്കുന്ന ആളുകൾ. പ്രാർത്ഥിക്കുവാനും പള്ളിയിലുമൊക്കെ ഒത്തിരിയേറെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളിൽ ചിലർ കണ്ടിട്ടുണ്ട്. നമ്പറുകൾ, ചില അക്കങ്ങളൊക്കെ നോക്കുന്നവർ. വാഹനം വാങ്ങുമ്പോൾ, വീട് പണിയുമ്പോൾ, അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ഈ ദിവസം കൊള്ളില്ല, അല്ലെങ്കിൽ ആ നാൾ കൊള്ളില്ല, അല്ലെങ്കിൽ ആ അക്കം കൊള്ളില്ല, ആ നമ്പർ കൊള്ളില്ല, അതൊന്നും ഭാഗ്യ നമ്പരല്ല എന്നൊക്കെ പറയുന്നവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരക്കാരെയാണ് പൗലോസ്ലീഹ വളരെ നിശ്ചിതമായ ഭാഷയിൽ കുറ്റപ്പെടുത്തുന്നത്. എന്താ നിങ്ങൾ ഈ നോക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഇടയിൽ അധ്വാനിച്ചത് വൃഥാവിലാണോ ആയിപ്പോയോ എന്ന് പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹായിലൂടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്തരം വ്യർത്ഥങ്ങളായ കാര്യങ്ങളുടെ പിന്നാലെ നടക്കുന്ന വ്യക്തികൾ തിരിച്ചറിയണം, നിങ്ങൾ ആരാധിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തെയല്ല, സൃഷ്ടവസ്തുക്കളെയാണ്. കാലങ്ങളും ഋതുക്കളും മാസങ്ങളും ഒക്കെ ആചരിക്കുന്നവർ, സമയം നോക്കുന്നവർ, കാലം നോക്കുന്നവർ, അതുപോലെ ഏതെങ്കിലും ഒരു നല്ല കാര്യം നോക്കാനായിട്ട് സമയം നോക്കുന്നവർ. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ചില ആളുകളൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ, വലതുകാല് വെച്ച് കയറണം, ഇടതുകാല് വെച്ച് കയറാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, വലതുകാല് സൃഷ്ടിച്ച ദൈവം തന്നെയല്ലേ ഇടതുകാല് സൃഷ്ടിച്ചത്? ഒരേ ദൈവം തന്നെയല്ലേ ഇത് രണ്ടും സൃഷ്ടിച്ചത്? ചില ആളുകൾ ചില അന്ധവിശ്വാസങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നാളിലോ സമയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്ഥാനത്തിലോ ഒന്നും അല്ല വിശ്വസിക്കേണ്ടത്. കർത്താവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് എല്ലാം നല്ലതെന്ന്, ഭൂമിയിലെ സകല സൃഷ്ടവസ്തുക്കളും സൃഷ്ടിക്കുന്നതിൻ്റെ സൃഷ്ടിയുടെ അവസാനം കർത്താവ് വചനത്തിലൂടെ പഠിപ്പിക്കുന്ന കാര്യം എല്ലാം നല്ലതെന്ന് അവൻ കണ്ടു. ഈ നല്ലതായതിനെ മോശമാക്കുന്നത് മനുഷ്യന് മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച നല്ല വസ്തുക്കളെ മോശമാണെന്ന് ഒരിക്കലും കാണരുത്. അതിന് പിന്നാലെ ആരാധനയും അതിന് പിന്നാലെ മഹത്വം കൊടുക്കാനും ഒന്നും പോകരുത്. പ്രിയപ്പെട്ടവരെ, അടുത്ത നാളിൽ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് കടന്നു വന്നു.
വർഷങ്ങളായിട്ട് ധ്യാനങ്ങളൊക്കെ കൂടുന്ന വ്യക്തിയാണ്. പക്ഷേ 6-7 വർഷമായിട്ടും ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഒത്തിരിയേറെ കടബാധ്യതകൾ വീണ്ടും നിൽക്കുകയാണ്. മക്കളെക്കുറിച്ചുള്ള ഒത്തിരി ചിന്തകളൊക്കെ ഉണ്ട്. അങ്ങനെ വീട്ടിലെ ബാധ്യതകളൊന്നും തീരാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയതാണ്. ഇദ്ദേഹം പറയുകയാണ്, അച്ഛാ എനിക്ക് തന്നെ ഇപ്പോൾ സംശയമായി. കാരണം ഈ 7 വർഷക്കാലമായിട്ട് ഞാൻ ഈ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എനിക്ക് ഒരു പടി പോലും മുന്നോട്ട് പോകാനായിട്ട്, ഒരു പടി പോലും ഒന്ന് മുന്നോട്ട് വെക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചിട്ടില്ല. ഇങ്ങനെ ഇപ്പോഴും അതേ കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും പലരും ചോദിക്കുന്നുണ്ട്, എടാ നീ ഇത്രയും കാലം പ്രാർത്ഥിച്ച് നിനക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ, ഞങ്ങൾ പറയുന്ന വഴിക്കൊന്ന് പോയി നോക്ക്. ഇത് നിൻ്റെ സമയത്തിൻ്റെ പ്രശ്നമാണ്, നിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നമാണ്, നിൻ്റെ വീടിൻ്റെ അടിത്തറയുടെ പ്രശ്നമാണ്. ആ വീടിൻ്റെ അടിയിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നീ അതിനുള്ള എതിർ കർമ്മങ്ങൾ ചെയ്താൽ മതി, കാര്യങ്ങൾ ശരിയാവും. ഇയാൾ എന്നോട് ചോദിക്കുക, അച്ഛാ ശരിയാണോ അച്ഛാ? എനിക്ക് ഇപ്പോൾ സംശയം തോന്നി തുടങ്ങി. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട മകനെ, കർത്താവ് പറഞ്ഞ വചനം സത്യമാണ്. നീ വിശ്വസിക്കേണ്ടത് ദൈവത്തിലാണ്. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. നിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. സഹനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. സന്തോഷം വരുമ്പോഴും അല്ലെങ്കിൽ ദൈവാനുഗ്രഹം കിട്ടുമ്പോഴും മാത്രമല്ലല്ലോ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടത്. 7 വർഷം ഒരു വലിയ കാലയളവല്ല. കർത്താവിനോട് ചേർന്ന് നിൽക്കുക. കർത്താവിൻ്റെ വചനം സത്യമാണെങ്കിൽ ദൈവം തന്നെ ഉയർത്തിയിരിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു കാലത്തും നാശം തിന്മ അനുഭവിക്കേണ്ടി വരില്ല. പ്രിയപ്പെട്ടവരെ, അതിന് പകരം അന്ധവിശ്വാസങ്ങളിലൊക്കെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ വിശ്വാസവും നമ്മുടെ കുടുംബ പാരമ്പര്യങ്ങളും ഒക്കെ തകർന്നു പോകുമെന്ന് തിരിച്ചറിയുക. വീണ്ടും കർത്താവ് പറയുന്നു, അതുകൊണ്ട് റോമാക്കാർക്ക് ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വചനം, അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. ചില ആളുകൾക്ക് ദൈവത്തെ അറിയാം, പക്ഷേ ദൈവത്തെ അറിയാം, ദൈവാനുഗ്രഹം ദൈവത്തിൽ നിന്നൊക്കെ വരുന്നത്, ദൈവമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തിന് കൊടുക്കേണ്ട ദൈവമായിട്ട് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തിട്ടില്ല. എല്ലാം സ്വന്തം കഴിവാണ്, അല്ലെങ്കിൽ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, അതല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ചെടുത്തതാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ അഹങ്കാരം പറയുന്ന ആളുകളെ നമുക്ക് നമ്മുടെ ഇടയിൽ കാണാൻ സാധിക്കും. പക്ഷേ കർത്താവ് പറയുന്നു, ദൈവത്തെ അറിയുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ അവിടുത്തെ നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ഉണ്ടായിരിക്കണമെന്നത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല. കാരണം നമ്മളൊക്കെ താൽക്കാലികമായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നവരും ഇവിടുന്ന് കടന്നു പോകുന്നവരുമാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം കടന്നുപോയി. അപ്പോൾ കടന്നു പോകുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടാകേണ്ടവരല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ കടമയെന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി പറയുക, മഹത്വപ്പെടുത്തുക. ഈ ചെറു ജീവിതം തന്നതിന്, ഈ ഭൂമിയിൽ ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഒക്കെ അനുഗ്രഹം നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഓരോ നിമിഷവും മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. അതാണ് കർത്താവ് പറയുന്നത്, ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യാത്ത ആളുകളെക്കുറിച്ചാണ് പൗലോസ്ലീഹ പറയുന്നത്. മറിച്ച് അവരെന്താ ചെയ്തത്? യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ബുദ്ധിയിലും കഴിവിലുമൊക്കെ വിശ്വസിച്ച്, പഠനങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളൊക്കെ വിശ്വസിച്ച് അവർ ദൈവം കൊടുത്ത ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തിനെതിരെ ചിന്തിക്കുകയും അങ്ങനെ അവരുടെ യുക്തിവിചാരങ്ങൾ, യുക്തിവാദ ചിന്തകൾ, ദൈവമില്ല എന്നുള്ള ചിന്തകൾ, ദൈവം കൊടുത്ത ബുദ്ധി, ദൈവം കൊടുത്ത കഴിവ്, ദൈവം കൊടുത്ത ആ അറിവ്, ഇതൊക്കെ വെച്ചിട്ട് ദൈവമില്ല എന്ന് പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ദൈവത്തിനെതിരായി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടുപോയി. അന്ധകാരം ബാധിച്ച ഹൃദയം. ചില സമയങ്ങളിൽ ധ്യാനം കൂടാനൊക്കെ വരുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. ഒരു ധ്യാനത്തിൻ്റെ ദിവസം, 2-ാമത്തെ ദിവസം പ്രാർത്ഥിച്ച് സ്തുതി ആരാധന സമയത്ത് കർത്താവ് ഒരു സന്ദേശം നൽകിയത് ഞാൻ ഇപ്രകാരം പറഞ്ഞു. ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ചെറുപ്പക്കാരനെ കർത്താവ് കാണിച്ചു തന്നത്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, യുക്തിവാദ ചിന്തയുമായി നടക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ അളക്കുവാനായിട്ട് ഈ കൂട്ടായ്മയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം നൽകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ആ മകൻ ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം കുമ്പസാരത്തിന് ശേഷം വൈകിട്ട് ആരാധനയുടെ സമയത്ത് ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ആരാധനയുടെ സമയത്ത് വീണ്ടും കർത്താവ് സന്ദേശം നൽകുന്നു. ദൈവമില്ല എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്ക് ശേഷം ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നു. അവൻ പറഞ്ഞു, അച്ഛാ,
എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു സന്ദേശം കേട്ടപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. പക്ഷേ രണ്ടാമത് ഈ ആരാധനയുടെ സമയത്ത് വീണ്ടും ഇങ്ങനൊരു സന്ദേശം കേട്ടത്, ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ ഷോക്കടിക്കുന്നത് പോലൊരു അനുഭവം കടന്നു വന്നു. എൻ്റെ ജീവിതം മാറുന്നതായി, എനിക്ക് എന്തൊക്കെ സംഭവിക്കുന്നതായി, ഞാൻ പല 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 കാര്യങ്ങളും പഴയ പല കാര്യങ്ങളും മറന്നു പോകുന്നതായി എനിക്ക് തോന്നി. എനിക്ക് എന്തൊക്കെയോ തലചുറ്റൽ പോലെ അനുഭവപ്പെട്ടു. അച്ഛാ, എൻ്റെ ജീവിതം മാറി, എനിക്കിപ്പോൾ മാറ്റം വരുത്താൻ തയ്യാറായിട്ടാണ് ഞാൻ അച്ഛൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ദൈവമുണ്ട് എന്ന് എനിക്കിപ്പോൾ തിരിച്ചറിവായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ പിന്നീട് പറയുകയായിരുന്നു, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി വർഷക്കാലം, ഏകദേശം 8-9 വർഷക്കാലത്തോളം വെറുതെ വേസ്റ്റാക്കി കളഞ്ഞതായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ദൈവമില്ല എന്ന് കണ്ടുപിടിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം ഉണ്ടോ എന്ന് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കുകയും അതിനുവേണ്ടി സമയം മാറ്റിവെക്കുകയും ചെയ്ത് ചെയ്യാമായിരുന്ന പല നന്മകളും ചെയ്യാമായിരുന്ന പല പുണ്യപ്രവൃത്തികളും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ സങ്കടത്തോടുകൂടെ ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരും. വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ട് പോവുകയും ചെയ്തു. എന്നിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്, ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അറിവുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ കൈമാറിയത് ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം, കാണപ്പെടാത്ത അദൃശ്യനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടവസ്തുക്കൾക്ക് കൈമാറി, ഇഴജന്തുക്കൾക്ക് കൈമാറി, മൃഗങ്ങൾക്ക് കൈമാറി, പക്ഷികൾക്ക് കൈമാറി. അതിനെയൊക്കെ ദൈവമായിട്ട് ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു. ഇതിനെതിരെ പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്ന കാര്യം ഇത് തിരിച്ചറിയണം. ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ യേശുക്രിസ്തുവിൽ എത്തിച്ചേരും. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ പഠിപ്പിക്കുന്ന, പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഏതെങ്കിലും സൃഷ്ടവസ്തുക്കളെ മനസ്സിൽ വെച്ച് ആരാധിക്കുകയോ അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിന് മുമ്പിൽ മാപ്പ് ചോദിക്കുക. വീണ്ടും ഈ പൗലോസ്ലീഹ 1-ാമത്തെ ലേഖനത്തിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്, എന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന തകർച്ചകൾ. അതുകൊണ്ട് ദൈവം അവരെ ഭോഗാസക്തിക്ക് ോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. പാപം പെരുകുന്നതിൻ്റെ സമൂഹത്തിലെ തകർച്ചകളും അശുദ്ധിയും മ്ലേച്ഛതയും അതുപോലുള്ള കാര്യങ്ങൾ പെരുകുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഈ ലോകത്തിലെ വസ്തുക്കൾക്ക് കൊടുക്കുമ്പോൾ, മൃഗങ്ങൾക്ക് കൊടുക്കുമ്പോൾ, ഏതെങ്കിലും വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മ്ലേച്ഛത വർദ്ധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലുമൊക്കെ മ്ലേച്ഛത വർദ്ധിക്കുന്നതിന് കാരണം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തതാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്ഷേമ ഇസ്രായേലിലൂടെ ഈ വചനം കേട്ട് ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാം. കാണപ്പെടുന്ന ദൈവത്തിൻ്റെ രൂപമാണ് വിശുദ്ധ കുർബാന. കാണപ്പെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനം കേട്ട് വിശുദ്ധ കുർബാനയിലെ ഈശോയെ ആരാധിച്ച് ഏകദൈവത്തിന് സ്തുതിയും ആരാധനയും സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ അന്ധവിശ്വാസങ്ങളുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഈ ആരാധനയിൽ നമുക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ അന്ധകാരത്തിൻ്റെ കെട്ടഴിയട്ടെ, അവരിലുള്ള യുക്തിവാദത്തിൻ്റെ കെട്ടഴിയട്ടെ, അന്ധവിശ്വാസങ്ങളുടെ കെട്ടഴിയട്ടെ. വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശാൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കേട്ട വചനം മനുഷ്യൻ്റെ ജീവിതത്തിൽ തിന്മ പെരുകുവാനുള്ള കാരണത്തെക്കുറിച്ച് നമ്മൾ തിരുവചനത്തിലൂടെ കേട്ടു. ദൈവത്തെക്കുറിച്ച്
അവർക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും കാലങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ അവസാനം യേശു ക്രിസ്തുവിനോട് വെളിപ്പെടുത്തപ്പെട്ടിട്ടും ഇന്നും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന മക്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എത്രമാത്രം ആണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഏതെങ്കിലും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട് ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ജീവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും ഒത്തിരിയേറെ തിന്മയുടെ സ്വാധീനങ്ങൾ ലോകത്ത് പെരുകുന്നുണ്ട്. തിന്മയുടെ സ്വാധീനങ്ങൾ പെരുകുവാൻ ദൈവത്തെ ഭയപ്പെടാത്ത, ദൈവത്തെ അറിയാത്ത ഒരുപാട് ആളുകൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. നമുക്ക് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുന്നവർ, ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നവർ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, അവരെല്ലാം കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വിശ്വാസത്തിലേക്ക് അവരെ നയിക്കണമേ. അങ്ങ് ആണ് അവരെ സൃഷ്ടിച്ചതെന്നും ഈ ലോകം പരിപാലിക്കുന്നതെന്നും വലിയ ബോധ്യം ആ മക്കൾക്ക് നൽകണമേ. നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ മുമ്പിൽ നമ്മൾ കൊടുക്കുന്നതൊന്നും പാഴാവില്ല എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കർത്താവിന് മുമ്പിൽ കർത്താവിനെ ആരാധിക്കാം. നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ പരസ്യജീവിതകാലത്ത് അനേകം പേര് വചനം കേൾക്കാൻ വന്നിരിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് അവർക്ക് ഭക്ഷണം വിളമ്പുന്നതിനെപ്പറ്റി ചോദിച്ചു. അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഫിലിപ്പോസ് ഒരു ബാലൻ്റെ കയ്യിൽ നിന്നും 5 അപ്പവും 2 മീനും കണ്ടെത്തി. അത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അത് ഉപകാരമുള്ളതായി മാറി. അത് അനേകർക്ക് ജീവിതത്തിൽ അപ്പമായി മാറി, അവർക്ക് ഭക്ഷണമായി മാറി. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതൊന്നും വെറുതെ പോവില്ലെന്ന വിശ്വാസത്തോടെ നമുക്കിപ്പോൾ കൊടുത്ത് പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ നമ്മളുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് മുമ്പിലേക്ക് അവയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാ തെറ്റായ വിശ്വാസങ്ങൾക്കും അടിമപ്പെട്ട് കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകത്ത് തിന്മ പെരുകുവാൻ ആഗ്രഹിക്കുന്ന, അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും പണമുണ്ടാക്കുവാനും ഇഷ്ടമുള്ള വഴികളിലൂടെ നടക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന മക്കളെയും അവരിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ ദൂതന്മാരെയും കർത്താവേ ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞങ്ങളുടെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിക്കണമേ, എല്ലാ ബന്ധനങ്ങളും അഴിക്കണമേ. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും ഈശോ ഞങ്ങളുടെ തിരുരക്തത്താൽ മുദ്രണം ചെയ്ത് പൂർണ്ണമായും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നിങ്ങളുടെ കുടുംബത്തെ കർത്താവിന് മുമ്പിലേക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരട്ടെ. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, കൂദാശ ജീവിതമില്ലാത്ത മക്കൾ, കൂദാശ ജീവിതമില്ലാത്ത കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾ, അവരെയൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവവചനം ആണ് ദൈവത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവവചന വായനയില്ലാത്ത മക്കൾ, ബൈബിളുമായി ബന്ധമില്ലാത്ത മക്കൾ, അവരൊക്കെ കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കട്ടെ. വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ക്ഷമ ഇസ്രായേൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകർക്ക് മാനസാന്തരം നൽകണമേ. ഇവരാഗ്രഹിക്കുന്ന വ്യക്തികളുടെ മേൽ അങ്ങയുടെ മാനസാന്തരത്തിൻ്റെ ആത്മാവിനെ അയച്ച് നവീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ, വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ഇവരെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ നുഖങ്ങളും തകരട്ടെ, എല്ലാ ചങ്ങലകളും പൊട്ടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളത്തിൽ